കൊന്നിച്ചിവ. സോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോളോ ലെവലിംഗ് എന്ന് പറയുന്ന ആനിമി സീരീസിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, പകരം എനിക്ക് പറയാനുള്ള കുറച്ചധികം കാര്യങ്ങൾ. എന്ന് തന്നെ പറയട്ടെ, ഇതൊരു ചെറിയ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിരിക്കും, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. സീസൺ 2 എന്ന് പറയുന്നത് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് തന്നെ അവർ നശിപ്പിച്ചു വെച്ചിരിക്കുവാണ്. ഒരു മാൻഹോ വായിക്കാത്ത ഒരാളെന്ന നിലയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായെന്ന് വരത്തില്ല. എന്തായാലും ഇതിനകത്ത് ഞാൻ സ്പോയിലർ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ ആനിമി കാണുന്നവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ആനിമി മാത്രം കാണുന്ന കുറേയധികം ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവരുടെ ഒരു POV എന്ന് പറയുന്നത് സോളോ ലെവലിംഗ് എന്ന് പറയുന്നത് വളരെ പ്യൂർ ആയിട്ടുള്ള ജെമ്മാണ്. വളരെയധികം മനോഹരമായ ആനിമേഷനുള്ള, അത്യാവശ്യം നല്ല സ്റ്റോറിയിലുള്ള ഒരു കിഡിലൻ ആനിമി സീരീസ്. എന്നാൽ സത്യാവസ്ഥ അതല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിൽ പൊടി വരിയിടുവാണ് ഈ A1 പിക്ചേഴ്സ് എന്ന് പറയുന്നവർ ചെയ്യുന്നത്. അതായത് ഇഷ്ടംപോലെ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, പല മേജറായിട്ടുള്ള സീക്വൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, ചുമ്മാ എന്താ പറയുക, റഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ സോളോ ലെവലിംഗ് എന്ന് പറയുന്ന സീരീസ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അതായത് സീസൺ 2 എൻഡ് ആകുന്ന ആ ഒരു ദിവസം, അതായത് ഈ വരുന്ന മാർച്ച് 29 തീയതി മുതൽ തന്നെ സീസൺ 3ന്റെ മാൻഹോ എക്സ്പ്ലനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഈ ഒരു പാർട്ടിക്കുലർ ചാനലിലായിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയൊരു കഷ്ടം പോലും നിങ്ങൾക്ക് മിസ്സാകാത്ത രീതിയിലായിരിക്കും നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഓരോ സീരീസുകളിലും അതിന്റെ നട്ടലുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വൺ പീസിന്റെ അകത്ത് അതിന്റെ അകത്ത് വേൾഡ് ബിൽഡിംഗ്, നറൂട്ടോയുടെ അത് അതിന്റെ അകത്തുള്ള ഇമോഷൻസ് ഒക്കെ, ബ്ലീച്ചിന്റെ അകത്താട്ടെ ആ ഒരു ക്യാരക്ടേഴ്സും അതേപോലെ ആ ഒരു സ്റ്റോറിയുടെ ഡെപ്തും, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ സോളോ ലെവലിംഗ് എന്ന് പറയുന്ന സീരീസിന്റെ നട്ടൽ എന്ന് പറയപ്പെടുന്നത് സൺ ജിൻവു ആണ്. അതെ, ജിൻവുവിന്റെ ക്യാരക്ടറിന് കുറെ ഇൻഡെപ്തായിട്ടുള്ള മീനിങ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു ജിൻവുവിനെ തന്നെയാണ് ആനിമി അഡാപ്റ്റേഷനിലേക്ക് വന്നപ്പോൾ അവർ ഇത്രയധികം മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കോല് പോലെ താടി നീട്ടി വെച്ച് ഭയങ്കര ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. എങ്കിലും അതൊക്കെ അവിടെ നിന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്റ്റോറി ലൈനുമായിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങൾ ഇവർ എന്തിനാണ് ഈ കട്ട് ചെയ്ത് കളയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലൊക്കെ മാൻഹോ ജിൻവു എന്ന് പറയുന്ന ക്യാരക്ടർ വളരെയധികം ബാഡാസ് ആണ്. പുള്ളിക്കാരൻ്റെ ഓരോ രീതികളും ഓരോ സ്റ്റെപ്സും ഓരോ കാര്യങ്ങളും ഓരോ വട്ടം ലെവലപ്പ് ആകുന്നത് പുള്ളിക്കാരൻ്റെ ശരീരത്തും പുള്ളിക്കാരൻ്റെ മനസ്സിലും മെന്റാലിറ്റിയിലും ഉണ്ടാകുന്ന ചേഞ്ച് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സീസൺ 2ന്റെ 10ാമത്തെ എപ്പിസോഡിൽ കണ്ട ജിൻവു 1ാമത്തെ എപ്പിസോഡിൽ കണ്ട ജിൻവു തമ്മിൽ ഒരു വ്യത്യാസമില്ല. ആകെപ്പാട് കുറച്ച് പവേഴ്സ് കിട്ടിയതല്ലാതെ പുള്ളിക്കാരിൽ നിന്ന് ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവന്റെ ചുറ്റിനുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് മാൻഹോയിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല. കറന്റ് ജിൻവു എന്തുമാത്രം പവർഫുൾ ആണെന്ന് കാണിച്ചു തരുന്ന കുറേ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ആനിമിലേക്ക് വന്നപ്പോൾ കട്ട് ചെയ്ത് കളയുവാണ് ചെയ്തത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ സോളോ ലെവലിംഗിന്റെ സീസൺ 2 ഇങ്ങനെ ഉന്തി തള്ളി വിടുവാണ്. സീസൺ 2 അവസാനിക്കാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ക്യാരക്ടേഴ്സിന്റെ നെയിം ചേഞ്ച് ചെയ്തു, ചില ക്യാരക്ടേഴ്സിന്റെ ലുക്ക് തന്നെ മാറ്റി കളഞ്ഞു, ചില ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ബാഡാസ് ഉള്ള മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. 1-2 വർഷമൊന്നും അല്ല, സത്യം പറഞ്ഞാൽ ഈ ഒരു സീരീസിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് കിട്ടിയതാകട്ടെ ഇതുപോലത്തെ ഒരു ഐറ്റവും. ഇത് ഞാനിവിടെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ മാൻഹോ റീഡേഴ്സിനെ ആനിമി വാച്ചേഴ്സിനെ വെച്ച് നോക്കാനടുത്ത് ആനിമി വാച്ചേഴ്സ് വളരെയധികം കൗണ്ട് കൂടുതലാണ്. അവർ നല്ല റേറ്റിംഗ് കൊടുക്കും. 9.4, 9.9, 9.6 ഇതെല്ലാം കാണാനടുത്ത് A1 പിക്ചേഴ്സ് എന്ത് വിചാരിക്കും? സംഭവം കൊള്ളാം, എങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാമെന്ന്. അതുപോലെ തന്നെ അവർ ആനിമി വാച്ചേഴ്സിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മലയാളം ആനിമി കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക്, ഒരു സോളോ ലെവലിംഗിന്റെ ഡൈ ഹാർഡ് ഫാൻ എന്ന നിലയ്ക്ക് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെനിക്കൊരു സമാധാനക്കേടായിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു, എനിക്കിങ്ങനെ നന്നായിട്ട് പറയാനൊന്നും അറിയാമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അതേപോലെ തന്നെ സോളോ ലെവലിംഗിന്റെ ആനിമി മാൻഹോ എല്ലാം വായിക്കുന്നവർക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഒരു അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ പറഞ്ഞേക്ക്.